വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് വിസ്ഡം വിഭാഗം പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അങ്ങനെ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നുകൊണ്ട് പരിപാടി നിർത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പോലീസുകാർക്കെതിരെ ഈ മുജാഹിദുകൾ തിരിയുകയും, ഇതാ കണ്ടില്ലേ, ഞങ്ങൾ പരിപാടി നിർത്താൻ വേണ്ടി പറയുന്നു, ഇവിടെ പാതിരാ സമയം മുഴുവനും കള്ളു കുടിച്ചുകൊണ്ട് DJ പാർട്ടി നടത്തുന്നതിന് കുഴപ്പമില്ല, ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ ആ വേദിയിൽ വെച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്നു. അതിവിടെ വന്ന പോലീസുകാർക്കെതിരെ ഇവർ തിരിയുകയും ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടു. സത്യത്തിൽ ഇതുപോലെയുള്ള ഒരു വലിയ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരു ടൈം ഷെഡ്യൂൾ നമ്മൾ നിർബന്ധമാക്കണം. അത് ആര് പരിപാടി സംഘടിപ്പിച്ചാലും ഇത്രയും വലിയ പരിപാടിയിൽ പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചു കൊടുക്കുക. ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്ക് ഇത്ര സമയം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിക്കുന്ന ആൾക്ക് ഇത്ര സമയം, ഇങ്ങനെയൊക്കെ ഒരു സമയം അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് വേണം ഇത്തരം വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ. അത് ഇവർ ചെയ്തില്ല. ഇനി അതല്ല, സമയം നീണ്ടുപോകും എന്ന് മുൻകൂട്ടി അറിയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പരിപാടി തുടങ്ങാം. എന്തായിരുന്നാലും നമ്മുടെ നാട്ടിൽ ആര് പരിപാടി സംഘടിപ്പിച്ചാലും 10 മണി അതല്ലെങ്കിൽ മാക്സിമം 10:30 ആയിട്ടും പരിപാടി നിർത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പോലീസിനെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും പോലീസ് വരും, പരിപാടി നിർത്താൻ വേണ്ടി പറയും. അത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ടുള്ളതാണ്. ഇവരുടെ വിചാരം ഇവരുടെ പരിപാടി മാത്രമാണ് ഈ നിർത്താൻ വേണ്ടി വരുന്നത്. അല്ല, എവിടെ പരിപാടി സംഘടിപ്പിച്ചാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പാതിരാ സമയത്ത് 10 മണി 10:30 വരെ നമ്മൾ ഈ വലിയ ആയിരക്കണക്കിന് വരുന്ന വാർഡ്സ് മൈക്കയും സ്പീക്കറും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പരിപാടി നടത്തുമ്പോൾ ഇതിൻ്റെയൊക്കെ ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകളുണ്ട്. ഈ വീട്ടിലൊക്കെ നേരം വെളുക്കുമ്പോൾ തന്നെ ജോലിക്ക് പോയി രാത്രി വീട്ടിലേക്ക് വന്ന് കിടക്കുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ കുട്ടികളുള്ള വീടുകളുണ്ടാകും. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പോലീസൊക്കെ മാക്സിമം 10:30 വരെയൊക്കെ പെർമിറ്റ് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടും പരിപാടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ വരും. അവർക്ക് അവരുടെ ഡ്യൂട്ടി, അവർക്ക് ഇതുപോലെ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് അവർ വന്നുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കാൻ പറയും. അപ്പോൾ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ആളുകൾക്കും ഓരോ സമയം നിശ്ചയിച്ചു കൊടുക്കുക. പ്രസംഗിക്കുന്ന ആളുകൾക്ക്, ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്ക് ഇത്ര സമയം, അതുപോലെ തന്നെ പ്രധാനമായിട്ടും വിഷയം അവതരിപ്പിക്കുന്ന ആൾക്ക് ഇത്ര സമയം, അങ്ങനെയൊക്കെ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് പരിപാടി നമ്മൾ നടത്തിയാൽ ഇതുപോലെ ഒരിക്കലും 10 മണി 10:30 11 മണി വരെ നീളേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പരിപാടിയിലുണ്ടായ വേറൊരു രസകരമായൊരു സംഭവം, അഥവാ പോലീസുകാർ വന്നുകൊണ്ട് പരിപാടി നിർത്താൻ പറയുമ്പോൾ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട സലഫി പറയാണ്, കണ്ടില്ലേ, ഇവിടെ 10 മണി മുതൽ 10:30 വരെ അതിനപ്പുറത്തേക്ക് കള്ളു കുടിച്ചുകൊണ്ട് DJ പാർട്ടി നടത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മാത്രമാണ് കുഴപ്പമെന്ന്. അത് സലഫിക്ക് വെറുതെ തോന്നുന്നതാണ്. എവിടെ പരിപാടി ഇതുപോലെ സമയം നീണ്ടുപോയാലും പോലീസുകാർ കംപ്ലൈൻറ്റ് കിട്ടിയാൽ അവർ വരും, പരിപാടി നിർത്താൻ വേണ്ടി പറയും. അത് നിങ്ങളെ പരിപാടി ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഏത് വിഭാഗക്കാർ പരിപാടി നടത്തിയാലും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഈ പറഞ്ഞ പൊട്ടത്തരത്തിനെ ഒരുപാട് വേദിയിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ കൈയടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ മുജാഹിദ് പറഞ്ഞ ഈ വിവരക്കേടിനെ അവിടെ കൂടിയ ആളുകൾ മുഴുവൻ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുക. എന്താണ് ഇവർ നടത്തുന്ന പരിപാടി? ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ്, നാട് നന്നാക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് എന്താണ് ഇവർ ചെയ്യുന്നത്? നാട് മുഴുവൻ നന്നാക്കി 10:30 ആയിട്ട് നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകരായ പോലീസുകാർ വന്ന് പരിപാടി നിർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ പോലീസുകാരുടെ മെക്കെട്ട് കയറിയിട്ട് അതിനെ പോലീസുകാർ മെക്കെട്ട് കയറിയതിനെ എന്ത് ചെയ്യുക, വേദിയിലുള്ള ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് നടക്കുന്നത്, നാട് നന്നാക്കാനുള്ള ക്യാമ്പയിനാണ്. അതതിൻ്റെ മറ്റൊരു വിരോധാഭാസം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരിക്കലും ആ ചെയ്തതും ശരിയായിട്ടില്ല. കാരണം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. 10 മണി വരെ അല്ലെങ്കിൽ 10:30 വരെ നിങ്ങൾക്ക് പെർമിറ്റ് തന്നിട്ടും നിങ്ങളെ പരിപാടി അവസാനിച്ചില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലുമൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും. ആ വിളിച്ചു പറഞ്ഞതിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വരുന്നു, പരിപാടി അവസാനിപ്പിക്കാൻ പറയുന്നു. ഒരിക്കലും അവരുടെ മെക്കെട്ട് കയറിയത് ഒരിക്കലും ശരിയല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു പോലീസുകാരൻ ചിരിച്ച് കാട്ടുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾക്ക് നേരെ ഇളിച്ച് കാട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ആ പോലീസുകാരൻ തന്നെ ഇതിൻ്റെ കൃത്യമായ കാരണം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ആ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. അഥവാ ഈ പരിപാടി നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന, മാന്യമായിട്ട് പരിപാടി അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഈ പോലീസുകാരൻ പിന്നെ പറയുന്നതിന് ആദ്യം ഒരു വാണിംഗ് കൊടുത്തതാണ്. അത് സ്വാഭാവികമായിട്ടും എല്ലാ പരിപാടിക്കും അങ്ങനെ തന്നെയാണ്. ഒരു 10 മണി 10:15 കഴിഞ്ഞിട്ടും ഇവർ പരിപാടി നിർത്തുന്നില്ല എങ്കിൽ പോലീസുകാർ വിളിച്ചു പറയും പരിപാടി അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് പറയും പരിപാടി അവസാനിപ്പിക്കണം. വീണ്ടും പരിപാടി നീണ്ടു പോകുമ്പോൾ പോലീസുകാർ സ്വാഭാവികമായിട്ടും അവർ ചിലപ്പോൾ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി നേരിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ചിലപ്പം പറയേണ്ടി വരും. അതേ ഈ പോലീസുകാരും ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന പോലീസുകാരനെ വിളിച്ചുകൊണ്ട് ഒരാൾ ചിരിക്കാൻ വേണ്ടി പറയാണ്. അയാൾ ചിരിച്ചു കൊടുത്തു. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ നിയമം നടപ്പിലാക്കി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്ത് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിനോട് വിളിച്ചിട്ട് ചിരിക്കാൻ പറയുകയാണ്. ആരാണ് ഈ പറയുന്നത്? ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയിട്ട് തിരിച്ചു പോകുന്ന ആളുകളാണ് നിയമപാലകരായ ആളുകളെ കളിയാക്കുന്ന രൂപത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യുന്നത്. ആ പോലീസുകാരൻ കുറച്ചൊക്കെ ഒരു മാന്യനായതുകൊണ്ട് അദ്ദേഹം ചിരിച്ചു കൊടുത്തു. വേറെ വല്ല പോലീസുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ കേസെടുക്കും. കാരണം ഒരു പോലീസുകാരനെ പരസ്യമായിട്ട് അവഹേളിക്കുകയാണ് അല്ലെങ്കിൽ കളിയാക്കുന്നതിന് തുല്യമാണത്. അദ്ദേഹം അത്രക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചിരിച്ചു കൊടുത്തു. അത് ഇദ്ദേഹം ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് അത് പ്രചരിപ്പിക്കുകയാണ്. ഈ വഹാബികൾ കണ്ടില്ലേ, ഞങ്ങൾക്ക് നേരെ പോലീസുകാർ കളിയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ മാന്യമായിട്ട് പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ചിരിക്കാൻ വേണ്ടി പറയുന്നു, അയാൾ ചിരിക്കുന്നു, അത് ഫോട്ടോ എടുക്കുന്നു. ഇതാണ് ഇവിടെ ഉണ്ടായത്. ഇതൊക്കെ ആ പോലീസുകാരൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട്. പാതിരാ സമയത്ത് അല്ലെങ്കിൽ തന്നെ ഈ ലഹരിയെക്കുറിച്ച് എന്താണ് ഇത്ര പറയാനുള്ളത്? ലഹരിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാക്കണം, നമ്മൾ ലഹരിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ പാതിരാ സമയത്ത് 10 മണിയും 10:30യും കഴിഞ്ഞ് വലിയ 10,000-കണക്കിന് വാട്സ് വരുന്ന സ്പീക്കറിലൂടെ ഈ ലഹരിയെക്കുറിച്ച് എന്താണ് ഇത്ര പറയാനുള്ളത്? അല്ലെങ്കിൽ തന്നെ ലഹരിയെക്കുറിച്ച് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലഹരി ബോധവൽക്കരണം ശരിക്കും നടപ്പിലാക്കേണ്ടത് സർക്കാർ തലം മുതൽ തന്നെ നടപ്പിലാക്കേണ്ടി വരേണ്ട കാര്യമാണ്. ഇത് ഏതെങ്കിലും കുറച്ച് സംഘടനക്കാർ വിചാരിച്ചതുകൊണ്ടോ ഏതെങ്കിലും കുറച്ച് പാർട്ടിക്കാർ വിചാരിച്ചതുകൊണ്ടോ ഒരിക്കലും ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ്. അത് നമ്മുടെ സർക്കാർ തന്നെ വിചാരിക്കണം. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഈ ലഹരി ലഭ്യത വർദ്ധിച്ചത്, എന്തുകൊണ്ടാണ്? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സർക്കാർ തലത്തിലേക്കും ഇത് നീങ്ങും. അതുപോലെ തന്നെ എല്ലാറ്റിലും ഉപരി ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങേണ്ടത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നാണ്. നമ്മുടെ വീട്ടിലെ മക്കൾ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ആദ്യം നമ്മളൊന്ന് പഠനം നടത്തുക. നമ്മുടെ വീടുകളിൽ ഇത്തരം ലഹരി ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക.